ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇതുണ്ടോ ജബോട്ടിക്കാബ. നിങ്ങൾ ഫ്രൂട്ട്സിനെ ഇഷ്ടപ്പെടുന്നവരാണോ? നിങ്ങളുടെ വീട്ടിൽ ഫ്രൂട്ട്സിൻ്റെ തൈകൾ വെക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണണം. ഇതിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണോ? എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജബോട്ടിക്കാബയുടെ തൈകൾ ഞാൻ തരും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ജബോട്ടിക്കാബയുടെ തൈയാണ്. ഇത് പ്രിക്കോസി എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. 2 വർഷം കൂടുമ്പോഴത്തേക്കും 2 വർഷം ആകുമ്പോഴത്തേക്കും കായ്ക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ അതിൻ്റെ കുറച്ച് തൈ ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതൊരു 4-5 എണ്ണം ഉണ്ട്. ഇവിടെ ഒരു 2-3 എണ്ണം ചെറുത് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്. ഞാനത് പറിക്കാൻ പോവാണ്. പറിച്ചിട്ട് ഞാൻ ആ ചട്ടിയിലേക്ക് മാറ്റാൻ പോവാം. ഒരു തൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കായാണത്. വേര് പൊട്ടാതെ എടുക്കാൻ പോവാണ്. വേര് പൊട്ടാതെ എടുത്ത് മാറ്റണം. കുറച്ച് ആഴത്തിൽ കുഴിക്കേണ്ടി വരും. അങ്ങനെ നടക്കുള്ളൂ. ഇത് വേരെ കുറച്ച് താഴത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ വേറെ കമ്പിപ്പാരയുണ്ട്, അതെടുത്തിട്ട് വരട്ടെ. തൂമ്പയും കൊണ്ട് എടുക്കാൻ നോക്കിയിട്ടേ ഒരെണ്ണം കിട്ടി. പക്ഷേ ബാക്കിയുള്ള ഇത്തിരി അടിയിലേക്ക് വേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കമ്പിപ്പാര വെച്ചിട്ടൊന്ന് കുത്തി എടുത്ത് നോക്കാം. കമ്പിപ്പാര വെച്ച് കുത്തി എടുത്താൽ ചിലപ്പോൾ കിട്ടും. ഇപ്പോൾ കിട്ടിയിട്ടോ, കുഴപ്പമില്ല. ഇങ്ങനെ എടുത്താലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 5-6 തൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ജബോട്ടിക്കാബയുടെ തൈയല്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് രണ്ടും കണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് സുറിനാം ചെറിയാണ്. ഇത് സുറിനാം ചെറിയുടെ തൈയാണ്. ജബോട്ടിക്കാബയുടെ തൈ ഇതുപോലെ ഇരിക്കും. ഇല കണ്ടോ, രണ്ടിൻ്റെ ഇല തമ്മിൽ വ്യത്യാസം കണ്ടോ. ഇത് ഇത്തിരി റൗണ്ട് കൂടുതലായിരിക്കും, ഇത്തിരി നീളത്തിലുള്ളൊരു ഇലയായിരിക്കും. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇതേ സൂര്യനഞ്ചരയുടെ തൈ ഉണ്ട്, അതും തന്നേക്കാട്ടോ. ഇനി നമുക്കേ, ഞാൻ ഈ തൈ മേടിച്ച് വെച്ചപ്പോൾ അത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഒരു ജബോട്ടിക്കാബയുടെ തൈ, മരമുന്തിരി. നല്ല ടേസ്റ്റാണ്. മുന്തിരിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഈ സാധനം മുന്തിരിയുടെ അത്ര തൊണ്ടിന് അത്ര കട്ടിയുണ്ടല്ലോ മുന്തിരിയുടെ. ഇതിൻ്റെ തൊലിക്ക് ഇത്തിരി കട്ടിയുണ്ടാവും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മധുരവും ടേസ്റ്റും ഒക്കെ എന്താണ്ട് മുന്തിരിയുടെ അത് സെയിം തന്നെയാണ്. ഇത്രയുള്ള തൈ ഞാൻ മേടിച്ചത് 1500 രൂപയ്ക്കാണ്. പ്രിക്കോസി എന്ന് പറഞ്ഞാൽ വെറൈറ്റിയുടെ ഒരു തൈക്ക് 2 കൊല്ലം കഴിയുമ്പോൾ കായ്ച്ചു കിട്ടും. പക്ഷേ അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് നിലത്തേക്ക് നടരുത്. ഒരു ചട്ടിയിൽ വെച്ചിട്ട് ആദ്യം തന്നെ ഒരു വളമൊക്കെ ഇട്ട് അത് വളർത്തി വലുതാക്കി കഴിയുമ്പോൾ 2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അതിന്മേൽ പൂത്തി തുടങ്ങും. പൂത്തി കായ ആയതിനു ശേഷം വേണം നമ്മൾ താഴത്തേക്ക് പറിച്ച് മാറ്റി നടാനായിട്ട്. അല്ലെങ്കിൽ താഴത്ത് ഡയറക്റ്റ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ഇതുണ്ടാവാനായിട്ട്. ഞാൻ താഴത്ത് വെച്ചത് ചട്ടിയിൽ വെച്ച് കായ്പ്പിച്ചതിന് ശേഷമാണ് ഞാനൊരു തൈ താഴത്ത് വെച്ചത്. കഴിഞ്ഞ കൊല്ലം ഇതിന്മേൽ ഒരുപാട് കായ ഉണ്ടായി. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മരമുന്തിരി, ഇതിൻ്റെ ഈ കാണുന്ന തണ്ടയിൽ കംപ്ലീറ്റ് മുന്തിരി പോലെ അങ്ങനെ ഉണ്ടായി കിടക്കും. ജബോട്ടിക്കാബ എന്നാണ് പേര്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മരമുന്തിരി എന്ന് പറയും. ഇതാണ് ആ തൈ. ഇതിപ്പോൾ ഞാൻ മഴ ആയതുകൊണ്ട്, നല്ല ബുഷായിട്ട് വളരുന്ന ചെടിയാണ്. ഇത് മഴ ആയതുകൊണ്ട് ഞാൻ ഇത്തിരി കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. കാരണം ഈ തണ്ടിലേക്ക് വെയിലടിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിന്മേൽ ശരിക്കും പൂത്തി കായ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ തണ്ടിലേക്ക് വെയിലടിക്കാൻ പാകത്തിന് നമ്മൾ ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന്
വെട്ടിക്കൊടുത്ത് ക്ലിയർ ആക്കണം. ഒരു തൈയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 5 തൈയായി. നിങ്ങൾ വിചാരിക്കേണ്ട ഇതിനാണോ 2000 രൂപ എന്നല്ലേ? കടയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തൈ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വെറുതെ ഇതിൻ്റെ വിലയൊന്ന് ചോദിച്ചതാണ്. അത് എസ്കാർലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജബോട്ടിക്കയുടെ തൈയാണ് കേട്ടോ. പ്രിക്കോസി അല്ല, എസ്കാർലെറ്റ്. അതിന് അവർ പറഞ്ഞ വില 2000 രൂപയാണ്. ഞാൻ മേടിച്ച് വെച്ചത് ഇത്രയല്ല, ഇത്ര ഉണ്ടായിരുന്നു. ഈ തൈ ഇത്ര ഉള്ളൊരു തൈയാണ് ഞാൻ മേടിച്ച് വെച്ചത് 1500 രൂപയ്ക്ക്. അപ്പോൾ ഈ പ്രിക്കോസിയുടെ ജബോട്ടിക്കയുടെ തൈ നമുക്ക് ഇതിനകത്തേക്ക് നടാം. അത് തന്നെ കുറച്ച് മണ്ണ് കുറച്ച് മതി. കുറച്ച് മണ്ണിട്ടിട്ട് നമുക്ക് ചകിരിച്ചോറ് കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം. ചകിരിച്ചോറാണ് കേട്ടോ. ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. ശരിക്കും മണ്ണായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മണ്ണായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മതി. ചെറിയൊരു എടുക്കുക. ഇതിപ്പോൾ ഞാൻ അടിയിൽ നിന്ന് പറിച്ചേക്കണം, അതിനോട് നല്ല വേരുണ്ടെന്ന്. ഞാൻ കമ്പിപ്പാര വെച്ച് കുത്തിയെടുത്തതാണ്. നമ്മൾ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ വേര് പൊട്ടിപ്പോവും. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ വയ്ക്കാം. നമ്മുടെ ഒരു തൈ ഓക്കെ ആയതുകൊണ്ട് നമുക്ക് അടുത്തെടുക്കാം. നമ്മുടെ 5 ജബോട്ടിക്കാവയുടെ തൈകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയാണെങ്കിൽ ഇത് കൊടുക്കും. വീട്ടിൽ വന്ന് എടുക്കണം. കൊറിയർ അയക്കാൻ ഒത്തിരി ദൂരത്തേക്ക് കൊറിയർ അയക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട്ടിൽ വന്ന് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇത് നഴ്സറികളിൽ ഇതിന് 1500 രൂപ 2000 രൂപ വിലയുണ്ട്. ആ തൈ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. കാരണം ഇതിനിപ്പോൾ നമുക്ക് ക്യാഷിനൊന്നും കൊടുക്കാനായിട്ട് 5 തൈയേ ഉള്ളൂ. ക്യാഷിന് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്രൂട്ട്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ ഇതുപോലത്തെ മരമുന്തിരി വെക്കണമെന്ന് താല്പര്യമുള്ളവർ ഈ ചെടി മേടിച്ച് കൊണ്ടുപോവുക, വീട്ടിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആവശ്യക്കാർ ഇത് മേടിച്ച് കൊണ്ടുപോവുക.